കുട്ടികൾക്കൊക്കെ വെക്കേഷനായി. പക്ഷേ ഈ ചൂടത്ത് എവിടെ പോകാനായെന്ന് ആലോചിച്ചിരിക്കുന്നവരാണോ നിങ്ങള്? എങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ അധികം വെയില് കൊള്ളാതെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. എറണാകുളത്തും തൃശ്ശൂരും ഒക്കെ ഉള്ളവർക്ക് ഒരു ദിവസം കൊണ്ട് പോയി വരാൻ പറ്റുന്ന ഒരു സ്പോട്ടാണിത്. എറണാകുളത്ത് പെരുമ്പാവൂരിനടുത്തുള്ള അഭയാരണ്യം എക്കോ ടൂറിസം സെന്ററിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ആക്ച്വലി ഇതൊരു മിനി സൂവിന്റെ കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ആയിട്ടാണ് മൃഗങ്ങളെയൊക്കെ ഇട്ടിരിക്കുന്നത്. കൂടാതെ ഇതൊരു എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്റർ കൂടിയാണ്. അതായത് കാട്ടില് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആനകളോ അല്ലെങ്കിൽ മുറിവേറ്റ ആനകളെയൊക്കെ കൊണ്ടുവന്ന് പുനരധിവസിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പൊ നമുക്ക് ആനകളെയും കാണാം. പിന്നെ സൂവിന്റെ ഭാഗമായിട്ടുള്ള മാനുകളും മ്ലാവുകളെയും ഒക്കെ കാണാൻ പറ്റും. 200 ഏക്കറിലായിട്ട് ഒരുപാട് മരങ്ങളൊക്കെ വെച്ചുപിടിപ്പിച്ചിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികം വെയിലൊന്നും കൊള്ളാതെ ഈ തണലത്ത് കൂടെ കാട്ടിലൂടെ നടക്കുന്നത് പോലെ തന്നെ നമുക്ക് നടക്കാൻ പറ്റും. ഇവിടെ നമുക്കൊരു ഓപ്പൺ സൂ മാത്രമല്ല കാണാനുള്ളത്. കുട്ടികൾക്ക് വേണ്ടി ഒരു പാർക്ക് ഉണ്ട്, പിന്നെ മുളങ്കാടുകളുണ്ട്, ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട്, പിന്നെ ഒരു ഫ്രൂട്ട്സ് മെഡിസിനൽ പ്ലാന്റ്സിന്റെ ഒരു തോട്ടമുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്ക് കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഇതുപോലുള്ള ബെഞ്ചുകളും ചെറിയ ചെറിയ ഹട്ടുകളൊക്കെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. വൈകുന്നേരങ്ങളിലും രാവിലെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആനകളെ കുളിപ്പിക്കുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഒരു വൺ ഡേ ട്രിപ്പാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ മാത്രമാക്കേണ്ട. ഇതിന്റെ അടുത്ത് തന്നെയാണ് പാണിയിൽ പോയി വരുന്നത്. പിന്നെ പാണംകുഴി എക്കോ ടൂറിസം സെന്ററും ഇതിന്റെ അടുത്താണ്. അപ്പോൾ ഇത് മൂന്നും കൂടെ നമുക്ക് ഒരു ദിവസം കവർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. അഡൾട്ടിന് 70 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ അധികം വെയിൽ കൊള്ളാതെ ഒരു വൺ ഡേ ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സ്ഥലം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ.